1.5 വർഷം കൊണ്ട് 88,000 രൂപയുടെ പെട്രോൾ സേവ് ചെയ്ത് EV യൂസറെ പരിചയപ്പെട്ടാലോ? ഇതിന്റെ സുഹൃത്ത് ലുക്മാന്റെ വണ്ടിയാണ്, എദറിന്റെ റിസ്റ്റ എന്ന മോഡലാണ്. 1.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട്, പെട്രോൾ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം 2 ദിവസം കൂടുമ്പോൾ 600 റുപ്യൻ്റെ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ സ്കൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ഒരു ദിവസം 100 കിലോമീറ്റർ ഓടുന്നുണ്ട് ഞാൻ. ഇതാകുമ്പോൾ സർവീസിന്റെ കാര്യത്തിലാണെങ്കിലും മെയിൻ്റനൻസിന്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. ഈ 1.5 വർഷം കൊണ്ട് ഇതിന്റെ സർവീസ് എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? കംപ്ലൈന്റ് ഇതുവരെ ആദ്യമായിട്ട് വന്നത് ഒരു 20,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇതിന്റെ ബെൽറ്റ് പൊട്ടി. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ബെൽറ്റ് പൊട്ടിയതുകൊണ്ട് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. ബെൽറ്റ് റീപ്ലേസ് ചെയ്യുക മാത്രമല്ലേ? റീപ്ലേസ് ചെയ്ത് മാത്രമേ ചെയ്ത് 1500. അത് വാറണ്ടിയിലായിരുന്നു? അല്ല, 20,000 കിലോമീറ്റർ ആണ് അതിന്റെ വാറണ്ടി. 20,000 വാറണ്ടി? 20,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ അത് പൊട്ടി. അത് മാറ്റി. വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. ഒരു സർവീസിന് ഒരു 700 സംതിങ് രൂപ ഓരോ സർവീസ് 5000 കിലോമീറ്റർ കൂടും. ആ സ്ഥാനത്ത് ഞാൻ സ്കൂട്ടർ ഉപയോഗിച്ച സമയത്ത് ഏറ്റവും ചുരുങ്ങി 2,000 രൂപ ഓരോ സർവീസിന് ചെയ്യുന്നില്ല. ഞാനിതുവരെ ഓടിയത് 36 സംതിങ് ആണ് കിലോമീറ്റർ ഓടിയത്. നമ്മൾ പെട്രോൾ അടിക്കാൻ 88,000 രൂപയുടെ പെട്രോൾ അടിക്കേണ്ട സമയം കഴിഞ്ഞു. പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും എന്തായാലും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം EV സ്കൂട്ടർ നമുക്ക് ഉപയോഗിക്കാൻ നല്ല സൗകര്യമാണ്. സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ഉഷാറായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. എല്ലാ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ഒരു ദിവസം ഓടുക എന്ന് പറയുമ്പോൾ അതിന്റെ ചാർജ് തീരും എന്നുള്ള ടെൻഷൻ. പിന്നെ എദറിനെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് ചാർജർ ഒരുപാട് സ്ഥലത്തുണ്ട്. അതുകൊണ്ട് ഞാനത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോവാറ്. ഈ EV ഉപയോഗിക്കുമ്പോൾ ഹാപ്പി ആണോ? എന്താണ് അതിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു? എന്നെ സംബന്ധിച്ചിടത്തോളം 100% ഞാൻ ഹാപ്പിയാണ്. നല്ലത് എന്നെ സംബന്ധിച്ചിടത്തോളം EV തന്നെയാണ്.